MSA ഹാളിൽ നിന്ന് 16 ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഓരോ ആംബുലൻസിനും നമ്പർ നൽകി, ഓരോ മൃതദേഹത്തിനും നമ്പർ നൽകിയാണ് അവർ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരാണ്. അവർ PPE കിറ്റൊക്കെ ധരിച്ച് ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയിലാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് അറിയാം. എന്താണ് ഇപ്പോൾ ഇനിയൊരു പ്രോസസ്സ് എന്താണ്? ഇനി എന്താ ഇപ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ളത് ഈ ബോഡികളെല്ലാം പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. 16 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 16 ആംബുലൻസുകാർ, വിവിധ സ്ഥലങ്ങളിലുള്ള ആംബുലൻസുകാർ, വിവിധ സംഘടന കീഴിലുള്ള ആംബുലൻസുകാർ, AODA മറ്റ് സംഘടനകളിലുള്ള ആളുകൾക്ക് വന്നിട്ട് ഇവിടെ പല ദിവസങ്ങളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ക്യാമ്പ് ചെയ്തിട്ടും പല ഭാഗങ്ങളിൽ നിന്നുള്ള ബോഡികളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകൾക്കും മോർച്ചറികൾക്കും ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ബോഡികളെല്ലാം ഈ സംസ്കരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ? DNA പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ള പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. എല്ലാ ബോഡി വെക്കുന്ന സ്ഥലത്തും DNA ടെസ്റ്റ് നടത്തുന്ന സാമ്പിളുകൾ ശേഖരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഓഫീസുകളുണ്ട്. അതിനായിട്ടുള്ള ഓഫീസർമാരുണ്ട്, അതിനായിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഇവിടുന്ന് ബോഡി എന്ത് ചെയ്യണത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ ഓരോ പേരും മേൽവിലാസമൊക്കെ ആൾക്കാരാണ്. ഇവർക്കിപ്പം അവസാനമായപ്പോഴത്തേക്ക് നമ്പർ മാത്രമായി മാറിയല്ലേ? വളരെ ഒരു സങ്കടത്തോടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പല ആളുകൾക്കും തിരിച്ചറിയാനുള്ള രേഖകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കിട്ടണ ബോഡികളൊക്കെ ഈ നിലമ്പൂർ ഭാഗത്തു നിന്ന് കിട്ടുന്ന ബോഡികളൊക്കെ എന്താണ് കാല്, കൈ, തല അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് കിട്ടണത്. പക്ഷേ ഈ ഇത്രയും ദൂരം പുഴയിലൂടെ ഒലിച്ചു വന്നതുകൊണ്ട് ആ ഭാഗങ്ങൾ പോലും എന്താണ് പലതരത്തിലുള്ള മുറിവുകളും പാടുകളും ഒക്കെ ആയിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ 16 മൃതദേഹങ്ങൾ ഏകദേശം ഫുൾ ബോഡി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഇനി കുറച്ച് മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഹാളിൽ ഇരിക്കുന്നുണ്ട്. അതിന് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഇതുപോലെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ രതീഷ്, അതായത് ഇവിടെ നിന്ന് 16 ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ നിന്ന APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ബൈത്തരി ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഓരോ ആംബുലൻസിനും നമ്പർ, ഇപ്പോൾ ഒന്നാമത് പോകുന്ന ആംബുലൻസാണ്, ഓരോ ആംബുലൻസിനും നമ്പർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൃതദേഹങ്ങൾക്കത് നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുക ബുദ്ധിമുട്ടാണ്. പല ആ ആംബുലൻസിൽ ഉള്ള ആ മൃതദേഹങ്ങൾക്കൊക്കെ തന്നെ ഓരോ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആ നമ്പർ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആദ്യ ആംബുലൻസിൽ ഉള്ള ഒരു മൃതദേഹം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ 16 ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് കൃത്യമായി അത് DNA പരിശോധനയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ പുത്തുമലയിലേക്കാണ് പോകുന്നത്. അതൊരു പോലീസിൻ്റെ കോൺവേ അടിസ്ഥാനത്തിൽ, പോലീസിൻ്റെ ഒരു മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പോലീസ് ജീപ്പുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. രസയുടെ നേതൃത്വത്തിലാണ് ഈ വാഹനങ്ങൾ കൊണ്ടുപോകുന്നത്. DNA ടെസ്റ്റ് പരിശോധന പൂർത്തിയാക്കിയ ശേഷമുള്ള മൃതദേഹങ്ങളാണ്. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ 2-3 മാസം എടുക്കും DNA പരിശോധന ഫലം വരാൻ. ആ സമയത്ത് അവരുടെ ബന്ധുക്കൾ ഇന്ന സ്ഥലത്ത് അന്തി ഉറങ്ങുന്നുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസാനം ചെന്ന് ഒരു പുഷ്പം അർപ്പിക്കാൻ വേണ്ടി, ഒരു റോസാപ്പൂവെങ്കിലും ആ സ്ഥലത്ത് അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ, ഇന്നലെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് അല്പം വൈകി എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതങ്ങനെയല്ല. ഈ 30 ഭൗതിക ശരീരങ്ങളും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. മൈത്രിയിൽ നിന്നുള്ള ആംബുലൻസും ഇവിടേക്ക് അല്പസമയത്തിൽ ഈ നഗരത്തിൽ കൂടിയാണ്, ഈ മേപ്പാടി നഗരത്തിൽ കൂടിയാണ് കടന്നു പോവുക. ആ ആംബുലൻസ് പോകും. തൊട്ട് പിന്നാലെ ഞാൻ നേരത്തെ നിന്ന് APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നുള്ള 3 ഭൗതിക ശരീരങ്ങൾ. അങ്ങനെ 30 മൃതദേഹങ്ങളാണ് ഇതുവഴി കൊണ്ടുപോകുക. 30 മൃതദേഹങ്ങളാണ് മൃതദേഹങ്ങളായി കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ഈ മൃതദേഹങ്ങൾ അവിടെ എത്തി സംസ്കാര നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തിരികെ കൊണ്ടുപോവുക.